ഗൈസ് ഞാനും ഏട്ടനും തനുക്കുട്ടനും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്, വാ എന്ന് പറഞ്ഞ് കുറെ നേരം കൊണ്ട് വിളിക്കുന്നു. അപ്പം പോയിട്ട് വരാം. തനുക്കുട്ടാ തനുക്കുട്ടാ പോവാമോ? ഗൈസ് ഞാൻ പോവാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ തന്നെത്താനെ ഷൂ ഒക്കെ ഇട്ട് റെഡി ആവുകയാണ് കേട്ടോ. അവൾക്ക് ഷൂ ഇടാൻ പറ്റൂലെങ്കിലും അവൾ ട്രൈ ചെയ്ത് നോക്കിയാണ്. പിന്നെ പോയ വഴിക്ക് തന്നെ തനുക്കുട്ടി ഉറങ്ങി കേട്ടോ. നമ്മളിത് ഉച്ചയ്ക്കാണ് പോണത്. ഉച്ചയ്ക്ക് തനുക്കുട്ടി ഉറങ്ങണ ടൈമാണ് കേട്ടോ. അപ്പോൾ ആ ടൈം ആയപ്പോൾ തനുക്കുട്ടി ഉറങ്ങി. പിന്നെ നമ്മൾ വണ്ടിയിൽ ഗ്യാസ് അടിക്കാൻ വേണ്ടിയാണ് ഏട്ടാ വന്നത്. പിന്നെ ഏട്ടൻ ചോദിച്ചു നിനക്ക് ഡ്രസ്സ് വാങ്ങിത്തരാം, നിനക്ക് എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സുഡിയെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ സുഡിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ. അങ്ങനെ ഏട്ടൻ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് ഏട്ടാ. അങ്ങനെ നമ്മൾ സുഡിയിലെത്തി. അപ്പം നമ്മളിനി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. സാധാരണ നമ്മളിവിടെയാണ് കാറ് പാർക്ക് ചെയ്യാറുള്ളത്. ഇവിടെ കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ താഴെ പോയി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വരാം. തനുക്കുട്ടി ഇവിടെ എത്തിയത് ഉറക്കമൊക്കെ എണീറ്റു. എന്നിട്ട് തനുക്കുട്ടി ഏട്ടനാണ് എടുത്തുകൊണ്ട് പോണത്. തനുക്കുട്ടി കൂടുതലും ഞാനാണ് ഏട്ടാ ഇതേപോലത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയതിന് ശേഷം തനുക്കുട്ടി ഏട്ടനാണ് കൂടുതലും എടുക്കാറ്. കാരണം ഞാനാണ് കൂടുതൽ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഏട്ടനാണ് തനുക്കുട്ടി എപ്പോഴും എടുക്കാറുള്ളത്. അപ്പം ഡ്രസ്സ് എടുക്കാനൊക്കെ പോയാൽ പിന്നെ തനുക്കുട്ടി ഏട്ടൻ നോക്കിക്കോളും. എനിക്ക് പോയി ഡ്രസ്സൊക്കെ എടുക്കാൻ ടൈം കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ടോപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇവിടെ വന്നത് ഒരു അബദ്ധം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. കാരണം എനിക്ക് ഒരു ടോപ്പും കിട്ടിയില്ല ഏട്ടാ. എനിക്ക് പാൻറ്റും ഉടുപ്പും വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് അവൻ കൊണ്ടുവന്നത്. പക്ഷേ നോക്കിയിട്ട് ഒരു ടോപ്പും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ഇതെടുത്ത് ഏട്ടാ. ഇതെടുത്തിട്ട് ഞാൻ ഒന്ന് ഇട്ട് നോക്കാമെന്ന് കരുതി. ഗൈസ് പിന്നെ ഞാൻ പോയി ഇട്ട് നോക്കിയിട്ട് എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഒരു പാൻറ്റ് മാത്രമാണ് വാങ്ങിയത് ഏട്ടാ. ഈ കയ്യിലിരിക്കുന്ന പാൻറ്റല്ല, വേറൊരു പാൻറ്റാണ് വാങ്ങിയത്. ഈ കയ്യിലിരിക്കുന്ന പാൻറ്റും ഞാൻ പോയി ഇട്ട് നോക്കി. അതെനിക്ക് ഭയങ്കര വലുതായിരുന്നു. അതുകൊണ്ട് ഞാൻ അതും എടുത്തില്ല ഏട്ടാ. എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നതെങ്കിലും തനുക്കുട്ടിക്കാണ് ഏട്ടാ കൂടുതലും ഡ്രസ്സ് കിട്ടിയത്. പിന്നെ തനുക്കുട്ടി ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ബില്ല് പേ ചെയ്യാൻ പോയി ഏട്ടാ. ഞാൻ ഇവിടെ നിന്ന് ഒരു നെയിൽ പോളിഷ് എടുത്ത് ഏട്ടാ. അത് കണ്ടിട്ട് തനുക്കുട്ടിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു നെയിൽ പോളിഷ് അവൾ എൻ്റെ കയ്യിലെടുത്തിട്ട് വന്നു. അപ്പം ഞാൻ അതിനെക്കൊണ്ട് തിരിച്ചു വെച്ചു ഏട്ടാ. വീണ്ടും അവൾ എൻ്റെ കയ്യിലെടുത്തിട്ട് വന്നു. അവൾക്കത് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ അത് അവൾക്ക് വാങ്ങിക്കൊടുത്തേ ഏട്ടാ. അപ്പോൾ അവൾ ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു മോളെ ഇതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളെല്ലാം നീക്കി വെക്കണത്. ഗൈസ് ഇതൊക്കെ മേക്കപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യണതെന്ന് തനുക്കുട്ടിക്ക് അറിയാൻ കേട്ടാ. ഞാൻ ഇവിടെ നിന്നൊരു സ്പ്രേ എടുത്ത ഉടൻ തന്നെ അവൾ കൈ കാണിച്ചു തരാണ് അവൾക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവൾക്ക് എല്ലാ കാര്യവും അറിയാൻ കേട്ടാ. ഇതെന്തിനാണ് യൂസ് ചെയ്യണതെന്നും അതൊക്കെ അവൾ കുറേശ്ശെ പഠിച്ചു വരെയാണ്. പിന്നെ ഗൈസ് ഏട്ടൻ ബില്ലൊക്കെ പേ ചെയ്ത് വന്നപ്പോൾ തനുക്കുട്ടിയെ വിളിച്ചിട്ട് തനുക്കുട്ടി വരാൻ കൂട്ടാക്കിയില്ല ഏട്ടാ. തനുക്കുട്ടി നോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോവുകയാണ് അവിടെ കളിക്കാനൊക്കെ. അവൾക്ക് ഇതേപോലെ കാണാത്ത സാധനങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കാനൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചൊരു ബോഡി മിസ്റ്റ് അവൾക്ക് കൊടുത്തേ ഏട്ടാ. തനുക്കുട്ടാ വാ ഇത് കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ തനുക്കുട്ട അതും കൊണ്ട് നമ്മളോടൊപ്പം വരെയാണ് ഏട്ടാ. എന്നിട്ട് തനുക്കുട്ടൻ അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വിളിച്ചിട്ട് അവളെ പോവുകയാണ്. ഗൈസ് അവൾ ഇത്രയും നേരം ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലായിരുന്നു. ഇപ്പോഴാണ് അവളൊന്ന് ചില്ലായി വന്നത്. ആ സമയം നമ്മളിതാ പോവുകയാണ് ഏട്ടാ. അല്ലായിരുന്നെങ്കിൽ അവൾ കുറച്ച് നേരമൊക്കെ ഇതുവഴി കളിച്ചിട്ടൊക്കെ നടക്കുമായിരുന്നു. ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഏട്ടാ. ഇപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നാലും തനുക്കുട്ട ഫോൺ എടുത്ത് തരും കേട്ടാ. ഞാൻ വീഡിയോ എടുക്കണ കണ്ട് തനുക്കുട്ടൻ ഇപ്പം അറിയാം. അതുകൊണ്ട് എനിക്ക് ഫോണൊക്കെ എടുത്ത് തരും കേട്ടാ. പിന്നെ നമ്മൾ തിരിച്ച് പോണ വഴിക്ക് റാണി പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പം അതിൻ്റെ അകത്ത് മീനുണ്ട് ഏട്ടാ. അത് കണ്ടിട്ട് തനുക്കുട്ടന് പേടിയാണ്. അതാണ് തനുക്കുട്ടി പേടിച്ചിരിക്കുന്നത്. ഇവിടെയും മീനുണ്ട് ഏട്ടാ. ഇവിടെയുള്ള മീനിനെ തനുക്കുട്ടിക്ക് കാണാൻ ഇഷ്ടമാണ്. അതിൻ്റെ അകത്തുള്ള മീനിനെ തനുക്കുട്ടിക്ക് കാണാൻ ഇഷ്ടമില്ല ഏട്ടാ. അത് അവൾക്ക് പേടിയാണ്. അവിടെ നിന്ന് വരാൻ തനുക്കുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ചാണ് അവളെ എടുത്തിട്ട് പോയത്. ഗൈസ് തനുക്കുട്ടി സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ് ഏട്ടാ. ഗൈസ് ഏട്ടൻ വണ്ടി ഓട്ടിക്കണത് കണ്ടിട്ട് തനുക്കുട്ടനും ഇതേപോലെ സ്വന്തമായിട്ട് അവൾ വണ്ടി ഓട്ടിക്കാൻ വേണ്ടി നോക്കും. തിരിച്ചു പോണ വഴിക്ക് ചെയറൊക്കെ കണ്ടേട്ടാ. അപ്പോൾ തനുക്കുട്ടിക്ക് ഒരു ചെയറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.